ട്രംപിന്റെ നേതൃത്വത്തിൽ റഷ്യ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടെങ്കിലും നിലവിൽ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിച്ചിരിക്കുകയാണ്. യുക്രൈൻ ഞായറാഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിലൊന്നായ കുർസ്ക് ആണവ നിലയത്തിന് തീപിടിച്ചു. നിലയത്തിലെ ഒരു ഓക്സിലറി ട്രാൻസ്ഫോമറിന് കേടുപറ്റുകയും റിയാക്ടറുകൾ ഒന്നിന്റെ പ്രവർത്തനശേഷിയിൽ 50% കുറവുണ്ടാകുകയും ചെയ്തു. ഉസ്ലൂഗയിലെ നോവാടെക്കിന്റെ ഒരു ഇന്ധന കയറ്റുമതി ടെർമിനലിനും യുക്രൈൻ ആക്രമണത്തിൽ തീപിടിച്ചിട്ടുണ്ട്. ആണവ വികിരണ തോത് സാധാരണ നിലയിലാണെന്നും തീപിടുത്തങ്ങൾ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. 1991-ൽ യുക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വതന്ത്രമായതിന്റെ വാർഷിക ദിനത്തിലായിരുന്നു ആക്രമണം. റഷ്യയുടെ വിവിധ ഭാഗങ്ങളിലായി ഞായറാഴ്ച 95 യുക്രൈൻ ഡ്രോണുകളെങ്കിലും തടഞ്ഞതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് 60 കിലോമീറ്റർ മാത്രം അകലെയുള്ള കുർസ്ക് ആണവ നിലയത്തെ ലക്ഷ്യമാക്കി വന്ന ഡ്രോണിനെ വ്യോമപ്രതിരോധ സംവിധാനം തടഞ്ഞിരുന്നു. എന്നാൽ മൂന്നാം ആണവ റിയാക്ടറിനു സമീപം വീണ ഡ്രോൺ പൊട്ടിത്തെറിക്കുകയും നിലയത്തിന് തീപിടിക്കുകയും ചെയ്തു. തെക്കൻ റഷ്യൻ നഗരമായ സിസ്രാനിൽ നടന്ന യുക്രൈൻ ആക്രമണത്തിൽ കുട്ടിക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്നും എല്ലാ ആണവ നിലയങ്ങളും എല്ലാ സമയത്തും സുരക്ഷിതമായിരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കി. റഷ്യയിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ US നിർമ്മിത ദീർഘദൂര ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് ഉപയോഗിക്കുന്നതിന് പെന്റഗൺ യുക്രൈന് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ നടപടി. ഈ മാസം 15-ന് അലാസ്കയിലായിരുന്നു കൂടിക്കാഴ്ച. അതിനുശേഷം 18-ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ 2 ചർച്ചകൾക്ക് ശേഷവും വെടിനിർത്തൽ തീരുമാനം ഉണ്ടായില്ല. 305 കിലോമീറ്റർ ദൂരപരിധിയുള്ള അറ്റാക്കംസ് റഷ്യയിൽ ഉപയോഗിക്കുന്നതിന് ജോ ബൈഡൻ സർക്കാരാണ് യുക്രൈന് അനുമതി നൽകിയത്. റഷ്യയ്ക്കുള്ളിൽ USന്റെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ച തീരുമാനം അബദ്ധമാണെന്ന് പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുൻപ് ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം കിഴക്കൻ ഉക്രൈനിലെ ഡോണറ്റ്സ് മേഖല വളരെ കാലമായി മോസ്കോയുടെ ശ്രദ്ധാകേന്ദ്രമാണ്. യുദ്ധം പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിന് പകരമായി താനത് മരവിപ്പിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഡോണറ്റ്സിന്റെ 70% അയൽരാജ്യമായ ലുഹാൻസ്കിന്റെ ഏതാണ്ട് മുഴുവനും റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. കൂടാതെ മന്ദഗതിയിലുള്ളതും എന്നാൽ സ്ഥിരതയുള്ളതുമായ മുന്നേറ്റങ്ങൾ നടത്തുകയും ചെയ്യുന്നു. റഷ്യയുടെ സ്ഥാനങ്ങളിൽ നിന്ന് വെറും 8 കിലോമീറ്റർ അകലെയുള്ള 2 മാനുഷിക വോളണ്ടിയർമാരോടൊപ്പം ഞാൻ ഡോബ്രോപിലിയയിലെ മുൻനിര പട്ടണത്തിലേക്ക് പോകുന്നു. രോഗികളെയും പ്രായമായവരെയും കുട്ടികളെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ദൗത്യത്തിലാണ് അവർ. ആദ്യം കാര്യങ്ങൾ ക്ലോക്ക് വർക്ക് പോലെയാണ്. മേൽക്കൂരയിൽ ഡ്രോണുകൾ ഇടിച്ചു നിരത്തുന്ന ഉപകരണങ്ങൾ ഘടിപ്പിച്ച ഒരു കവചിത കാറിൽ ഞങ്ങൾ പട്ടണത്തിലേക്ക് വേഗത്തിൽ കടന്നു. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ റോഡ് ഉയരമുള്ള പച്ചവയലാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇത് മുകളിൽ നിന്നും ദൃശ്യപരതയെ മറയ്ക്കുന്നു. റഷ്യൻ ഡ്രോണുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നു. ഇത് അവരുടെ 2ാമത്തെ പ്രഭാത യാത്രയാണ്. തെരുവുകൾ മിക്കവാറും ശൂന്യമാണ്. ബാക്കിയുള്ള ചുരുക്കം ചിലർ താമസക്കാർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പെട്ടെന്ന് സാധനങ്ങൾ ശേഖരിക്കാൻ മാത്രമാണ്. റഷ്യൻ ആക്രമണങ്ങൾ ദിവസവും വരുന്നുണ്ട്. പട്ടണം ഇതിനകം ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്നു. ഒരാഴ്ചയായി വെള്ളമില്ല. അവിടെയുള്ളവർ കടന്നു പോകുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. ചിലത് അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ യൂണിവേഴ്സൽ എയ്ഡ് ഉക്രൈൻ എന്ന ചാരിറ്റബിൾ ജോലി ചെയ്യുന്ന 31 വയസ്സുള്ള ജർമ്മൻ വംശജയായ ലാർസും 19 വയസ്സുള്ള ഉക്രൈനിയൻ വംശജയായ ഭാര്യയും ആളുകളെ ഒഴിപ്പിക്കാൻ ഡസൻ കണക്കിന് യാത്രകൾ നടത്തുകയാണ്. ഒരാഴ്ച മുൻപ് റഷ്യൻ സൈനികരുടെ ചെറിയ സംഘങ്ങൾ പട്ടണത്തിന് ചുറ്റുമുള്ള പ്രതിരോധം ലംഘിച്ചു. ഇത് ഉക്രൈന്റെ കോട്ട ബെൽറ്റ് എന്നറിയപ്പെടുന്ന മുൻനിരയുടെ ഉക്രൈനിയൻ മുന്നണിയുടെ ഏറ്റവും ശക്തമായ പ്രതിരോധിക്കപ്പെട്ട ചില ഭാഗങ്ങൾ തകരുമോ എന്ന ആശങ്ക ജനിപ്പിക്കുകയും ചെയ്തു. പ്രദേശത്ത് കൂടുതൽ സൈനികരെ അയച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ ശാന്തമായതായി ഉക്രൈനിയൻ അധികൃതർ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.